നാം ദൈവത്തോട് കൂടുതൽ അടുക്കും തോറും പ്രതികൂലങ്ങൾ വർദ്ധിച്ചേക്കാം. അത് അപ്രതീക്ഷിതമായതും വൈഷമ്യമേറിയതുമായിരിക്കാം. തിരുവചനം പറയുന്നു, അപ്പോസ്തലപ്രവൃത്തികൾ 27-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, ദ വിൻഡ്സ് വെയർ കോൺട്രറി. കാറ്റ് പ്രതികൂലമായിരുന്നു. പ്രതികൂലമായ കാറ്റ് നമുക്ക് നേരെ അടിക്കുന്നതാണ്. അന്നേരം കാറ്റിൻ്റെ വിപരീത ദിശയിലേക്കാണ് നാം സഞ്ചരിക്കുന്നതെങ്കിൽ നാം തെറ്റായ ദിശയിലായിരിക്കും എത്തിച്ചേരുക. ഇവിടെ നാം യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയത് കാറ്റിന് നേരെ നിൽക്കുക എന്നതാണ്. പ്രതികൂലമായ കാറ്റ് നമ്മെ ക്ഷീണിപ്പിച്ചേക്കാം, വീഴ്ത്തിക്കളയാൻ ശ്രമിച്ചേക്കാം, മനസ്സ് മടുത്ത് തിരിഞ്ഞ് നടക്കാനുള്ള പ്രേരണ ഉള്ളിൽ തന്നേക്കാം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എ സ്പിരിച്വൽ വാർഫെയർ, ഒരു ആത്മീയ യുദ്ധത്തിന് നാം സജ്ജരാകേണ്ടിയിരിക്കുന്നു. എന്ന് വെച്ചാൽ ദൈവം നമുക്ക് നൽകിയ ഉദ്ദേശ്യത്തെയോ പുരോഗതിയെയോ സമാധാനത്തെയോ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന ഏതൊരു ശക്തിക്കെതിരെയും പോരാടി നിൽക്കുക എന്നർത്ഥം. നാം പ്രതികൂലങ്ങൾക്ക് മുമ്പിൽ പരാജയപ്പെടുവാൻ അനുവദിക്കരുത്. ഒരു അനുരജ്ഞനത്തിന് തയ്യാറാകുകയും ചെയ്യരുത്. പകരം ദൈവത്തിൻ്റെ ശക്തി ധരിച്ച് സർവായുധവർഗം എടുത്തുകൊണ്ട് പിശാചിനോട് ഒരു ആത്മീയ യുദ്ധത്തിന് തയ്യാറാകണം. സ്പീക്ക് ടു ദി വിൻഡ്, കാറ്റിനോട് സംസാരിക്കുക. അതാണ് യേശു കർത്താവ് ചെയ്തത്. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 39-ാമത്തെ വാക്യം, അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. പ്രതികൂലങ്ങളോട് സംസാരിക്കുവാനും അതിനെ ശാസിക്കുവാനുമുള്ള അധികാരം കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. യേശു കർത്താവ് പറഞ്ഞതത്രേ. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 19-ാമത്തെ വാക്യം, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും. ഇതിനർത്ഥം ആത്മീയ മണ്ഡലത്തിലെ കാര്യങ്ങൾ സംസാരിക്കാനും ശാസിക്കാനും ബന്ധിക്കാനും വിട്ടയക്കാനും ക്രിസ്തുവിലൂടെ നമുക്ക് അധികാരം നൽകിയിട്ടുണ്ട് എന്നാണ്. വി ആർ നോട്ട് മെന്റ് ടു ബി ടോസ്ഡ് ബൈ ദി വിൻഡ്. കാറ്റിലാടി ഉലയാൻ നാം വിധിക്കപ്പെട്ടവരല്ല. വി ആർ മെന്റ് ടു സ്പീക്ക് ടു ഇറ്റ്. അതിനോട് സംസാരിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ഡിയർ ഫ്രണ്ട്സ്, കൊടുങ്കാറ്റിന് അലറാൻ കഴിയും. എന്നാൽ ഒരു ദൈവ പൈതൽ വിശ്വാസത്താൽ പ്രഖ്യാപിക്കുന്ന ദൈവവചനത്തെ മറികടക്കാൻ അതിന് കഴിയില്ല. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.